ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ധേനൂനാം നിയുതേ പ്രാതാദ്വിപ്രേഭ്യഃ സമലംകൃതേ കിലാദ്രീൻ സപ്തരത്നൗഘ ശാതകൗഭാംബരാവൃതാൻ. ഇനി നമുക്ക് അതിലെ ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. ധേനൂനാം, ഇവിടെ ഇനി ഈ ഒരു ശ്ലോകത്തില് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ വ്യാസഭഗവാൻ പറയുകയുണ്ടായി, മഹാമനസ്കനായി അല്ലെങ്കിൽ ഉദാരമനസ്കനായി മാറിയിരുന്നു നന്ദഗോപര്. അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ അറിയാൻ കഴിയും. എത്രമാത്രം ഉദാരനായിരുന്നു, എത്രമാത്രം ദാനശീലമുള്ള ആളായിരുന്നു അല്ലെങ്കിൽ ആളായി മാറി ഭഗവാന്റെ ജനനത്തോടെ ഈ നന്ദഗോപര് എന്ന് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ കാണാം. എങ്ങനെയാണ് ബ്രാഹ്മണരെ ആദരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി തങ്ങളുടെ ഉണ്ണികളുടെ, ഇവിടെ നമുക്ക് ബലരാമൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും, അപ്പോൾ രണ്ടുപേരുടെയും, ബലരാമസ്വാമിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ജാതകർമ്മ സംസ്കാരമെല്ലാം നടത്തിയതിന് ശേഷം ആ ബ്രാഹ്മണരെ എങ്ങനെയാണ് നന്ദഗോപരും യശോദാമയും ആദരിച്ചത് എന്നാണ് പറയുന്നത്. പറയുകയാണ് ധേനൂനാം. ധേനൂനാം എന്നാൽ പശുക്കളെ. നിയുതേ, നിയുതേ എന്നാൽ 2,00,000. പ്രാതാദ്വിപ്രേഭ്യ, ഇവിടെ പ്രാതാത് വിപ്രേഭ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രാതാദ്വിപ്രേഭ്യ. പ്രാതാത് എന്നാൽ ദാനം ചെയ്തു, വിപ്രേഭ്യ എന്നാൽ ഈ ബ്രാഹ്മണർക്കായിക്കൊണ്ട്, ഈ ശ്രേഷ്ഠരായിട്ടുള്ള താൻ വിളിച്ചു വരുത്തിയ, ക്ഷണിച്ചു വരുത്തിയ ബ്രാഹ്മണർക്കായിക്കൊണ്ട് 2,00,000 പശുക്കളെയാണ് നന്ദഗോപര് ദാനം ചെയ്തത്. ആ പശുക്കളുടെ പ്രത്യേകത സമലംകൃതേ. സമലംകൃത എന്നാൽ നന്നായി അലങ്കരിച്ച പശുക്കളെ എന്ന് പറയാൻ കാരണം, ഇവിടെ കുറച്ച് വയസ്സായ പശുക്കളെയല്ല, ജനിച്ചധികമാകാത്ത പശുക്കുട്ടികളെ നന്നായി കുളിപ്പിച്ച് കുറി തൊടിയിച്ച് ആ അഴകുള്ള പശുക്കളെ ആണ് ഈ ബ്രാഹ്മണർക്ക് ദാനം നൽകിയത്. 2,00,000 പശുക്കളെയാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകിയത്. പിന്നെയോ കഴിഞ്ഞില്ല, തിലാദ്രീൻ. തിലാദ്രീൻ എന്ന് പറഞ്ഞാൽ ഈ അദ്രി എന്നാൽ പർവ്വതം എന്നാണ്. തിലപർവ്വതം എന്ന് പറയുമ്പോൾ 10 ദ്രോണം എള്ള് ചേരുന്നതാണ് ഒരു തിലപർവ്വതം എന്ന് പറയുന്നത്. ഒരു ദ്രോണം എന്ന് പറയുന്നത് 16 ഇടങ്ങഴി എള്ളാണ്. അപ്പോൾ തിലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എള്ളാണ്. അപ്പോൾ അങ്ങനെ 16 ഇടങ്ങഴിയുള്ള 10 ദ്രോണങ്ങൾ ചേരുന്നതാണ് ഒരു തിലപർവ്വതം. അപ്പോൾ അങ്ങനെയുള്ള തിലപർവ്വതങ്ങൾ, തിലാദ്രീൻ തിലപർവ്വതങ്ങൾ, അങ്ങനെയുള്ള തിലാദ്രീൻ തിലപർവ്വതങ്ങൾ എത്രണ്ണ കൊടുത്തേ? 7 തിലപർവ്വങ്ങൾ വീതമാണ് കൊടുത്തത്. കഴിഞ്ഞില്ല, രത്നൗഘ. ഔഘം എന്നാൽ കൂട്ടം. രത്നൗഘ രത്നസമൂഹങ്ങൾ. ശാതകൗഭാംബരാവൃതാൻ. ഇവിടെ അമ്പരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വസ്ത്രമാണ്. ശാതകൗഭാംബരാവൃതാൻ. ശാതകൗഭാംബരം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ നിറത്തിലുള്ള വളരെ വിശേഷമായ പട്ടുവസ്ത്രങ്ങളാൽ ആവൃതാൻ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടത്, അതുകൊണ്ട് മൂടിയ. അപ്പോൾ അത്രയും രത്നങ്ങളുടെ ഒരു കൂട്ടം, രത്നൗഘം എന്ന് പറഞ്ഞ രത്നങ്ങളുടെ ഒരു കൂട്ടത്തെ വളരെ സ്വർണ്ണ നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങളാൽ പൊതിഞ്ഞു കൊടുത്തു. ഇവിടുന്ന് പല രീതിയിൽ ഈ ശ്ലോകത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ രത്നങ്ങളുടെ കൂട്ടത്തെ എന്ന് പറഞ്ഞാൽ ധാരാളം രത്നങ്ങളെ സ്വർണ്ണ നിറത്തിലുള്ള അഴകുള്ള പട്ടുവസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് കൊടുത്തു എന്നും, അതുമാത്രമല്ല 7 തിലപർവ്വതങ്ങളും കൊടുത്തു. പിന്നെയോ 2,00,000 പശുക്കളെ വീതമാണ് ബ്രാഹ്മണർക്ക് കൊടുത്തത്.
ഇതിനെ തന്നെ ആചാര്യന്മാർ പറയാറുണ്ട്, ഈ എള്ള് കൂട്ടിയിട്ടിട്ട് ഇതേപോലെ നമ്മൾ പറഞ്ഞില്ലേ 16 ഇടങ്ങഴി വീതമുള്ള 10 ദ്രോണം എള്ള് ചേരുന്നതാണ് ഒരു തിലപർവ്വതം. അങ്ങനെയുള്ള 7 തിലപർവ്വതങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആചാര്യന്മാർ പറയാണ്ട് ഈ എള്ളിൻ്റെ ഈ ഒരു, നമ്മൾ പണ്ട് നാട്ടിലൊക്കെ പറയും പൊലി കൂട്ടി കൊടുക്കുക, അതായത് അത്രയും ഒരു പ്രത്യേക അളവിലുള്ള എള്ളിങ്ങനെ കൂന കൂട്ടി മല പോലെ ആക്കി അത്രയും ഇങ്ങനെ കൂന കൂട്ടി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള 7 തിലപർവ്വതങ്ങൾക്ക് ചുറ്റും ഇതേപോലെ വിലപിടിപ്പുള്ള ധാരാളം രത്നങ്ങളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും ഒക്കെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാൽ, പട്ടുവസ്ത്രങ്ങളാൽ ഇങ്ങനെ പൊതിഞ്ഞാണ് അത് കൊടുത്തത്. ഇത് ഇങ്ങനെ ദാനം ചെയ്യുന്നതിനെ ആചാര്യന്മാർ പറയാറുണ്ട്, ഇത് ഈ മഹാമേരു പർവ്വതത്തെ തന്നെ ദാനം ചെയ്തു എന്ന സങ്കല്പത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത് എന്നും ആചാര്യന്മാർ പറയാറുണ്ട്. അതായത് അത്രമാത്രം നിറഞ്ഞ മനസ്സോടുകൂടി ധാരാളം സമ്പത്തുക്കളും ധാരാളം പശുക്കളെയുമൊക്കെ ഓരോ ബ്രാഹ്മണർക്കും ദാനം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ 2 ലക്ഷം പശുക്കൾ, അതാകട്ടെ പ്രസവിച്ച് അധികമാകാത്ത നല്ല അഴകുള്ള പശുക്കളെ നന്നായി അലങ്കരിച്ചപ്പോൾ അതിന് തന്നെ ഈ പശുക്കളുടെ തന്നെ കൊമ്പും കുഴലും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അലങ്കരിച്ച്. അപ്പം കൊമ്പും കുഴലും ഒക്കെ സ്വർണത്താൽ, അതിനെ സ്വർണം കൊണ്ട് പൊതിഞ്ഞ് അലങ്കരിച്ചു എന്നും അതിന് തന്നെ രത്നാഭരണങ്ങളൊക്കെ ചാർത്തി വളരെ മാലയൊക്കെ ഇടിയിപ്പിച്ച് അങ്ങനെ ഈ പശുക്കിടാങ്ങളെ പോലും നന്നായി അലങ്കരിച്ച് അങ്ങനെയുള്ള 2 ലക്ഷം പശുക്കളെയാണ് ഓരോ ബ്രാഹ്മണനും കൊടുത്തത്. കഴിഞ്ഞില്ല, ധാരാളം പട്ടുവസ്ത്രങ്ങൾ, ആ പട്ടുവസ്ത്രങ്ങളിലാകട്ടെ രത്നങ്ങളുടെ കൂട്ടമാണ്, വിലയേറിയ രത്നങ്ങൾ ധാരാളം അങ്ങനെ പൊതിഞ്ഞു കൊടുത്തു. പിന്നെയോ ഇതേപോലെ 7 തിലപർവ്വതങ്ങൾ തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത്രമാത്രം ഈ എള്ള് എപ്പോഴും മംഗളസൂചകമായ ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിലം, നമ്മൾ തിലഹോമമൊക്കെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിലഹോമമൊക്കെ നടത്താറുള്ളത്. അതേപോലെ അപ്പോൾ അത്രമാത്രം ഈ ബ്രാഹ്മണർക്ക് ആയുരാരോഗ്യ സൗഖ്യം വരുന്നതിന് വേണ്ടി, അവരുടെ മംഗളത്തിന് വേണ്ടിയിട്ട്, അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഇത്രയേറെ സമ്പത്തുക്കൾ, രത്നങ്ങൾ കൊടുത്തു, പശുക്കിടാങ്ങളെ കൊടുത്തു. അതേപോലെ തന്നെ തിലപർവ്വതങ്ങൾ 7 വീതം കൊടുത്തു. പിന്നെയോ ധാരാളം പട്ടുവസ്ത്രങ്ങളും മഹാരത്നങ്ങളൊക്കെ അങ്ങനെ പൊതിഞ്ഞ് ഒരു മഹാമേരുവിനെ തന്നെ ദാനം ചെയ്യുന്ന വിധത്തിൽ ആണ് ബ്രാഹ്മണരുടെ പ്രീതിക്കായിക്കൊണ്ട്, അവരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, അവരെ ആദരിക്കുന്നതിനായിക്കൊണ്ട് ഈ നന്ദഗോപര് ദാനം ചെയ്തത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധേനൂനാം നിയുതേ പ്രാതാദ്വിപ്രേഭ്യഃ സമലംകൃതേ തിലാദ്രീൻ സപ്തരത്നൗഘ ശാതകൗഭാംബരാവൃതാൻ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാതാദ്വിപ്രേഭ്യ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക, ദ്വി വരത്തക്ക വിധ, പ്രാതാദ്വിപ്രേഭ്യ. പിന്നെ അടുത്തത് അവസാനത്തെ, അതുപോലെ തന്നെ അവിടെ ഒരു വിസർഗവും കൂടിയുണ്ട്, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് രത്നൗഘ, അവിടെ അതേപോലെ ശാതകൗഭാംബരാവൃതാൻ, അവിടെ അംബര ആവൃതാനാണ്, ശാതകൗഭാംബരാവൃതാൻ, ആവൃതാൻ, അവിടെയും അകാരം നീട്ടിയെടുക്കുക. അത് ഒരു പക്ഷേ തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാം ആ ഒരു വാക്ക് വായിക്കാൻ, ശാതകൗഭാംബരാവൃതാൻ. അത് വാക്കുകൾ ചെറിയ ചെറിയ വാക്കുകളായി 2 അക്ഷരം 3 അക്ഷരം അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.